നിങ്ങൾ നന്നായി കേൾക്കുന്നുണ്ടോ? ആക്രമണം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, കെട്ടിടത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡ്രോൺ ആയുധം. ഹിസ്ബുള്ള പഠിക്കാതിരിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നതായും പാഠം നന്നായി മനസ്സിലാക്കിയിട്ടില്ല എന്നും തോന്നുന്നുവെന്നും ഇസ്രായേൽ സൈനിക വക്താവായ അവിചായ് അദ്രൈ പോസ്റ്റ് ചെയ്തിരുന്നു. ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി, കിരിയത്ത് ഷിംനോണിയും ശാന്തതയും ഇല്ലെങ്കിൽ ബെയ്റൂട്ടിലും ശാന്തത ഉണ്ടാകില്ല. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങൾ ദാഹിയ എന്നറിയപ്പെടുന്നു. ഹിസ്ബുള്ളയുമായുള്ള ശക്തി കേന്ദ്രമാണിത്. കഴിഞ്ഞ വർഷത്തെ യുദ്ധങ്ങൾ ഇസ്രായേലി അക്രമങ്ങളിൽ വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഗ്രൂപ്പിന്റെ ശക്തനായ തലവൻ സയ്യിദ് ഹസൻ നസ്രല്ലെ ഉൾപ്പെടെ നിരവധി ഉന്നത നേതാക്കൾ അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. വ്യോമാക്രമണം, വെടിനിർത്തൽ നിബന്ധനകൾ ലംഘിച്ചുവെന്നും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും വ്യക്തമാക്കി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള സംഭാഷണത്തിനിടെയാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം സമാനമായ ആശങ്കകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്.